ഗാർഹിക തൊഴിലാളികളുടെ കാര്യത്തിൽ, നമ്മുടെ വീട്ടിലെ ജോലിക്കാരുടെ കാര്യത്തിൽ, ഹൗസ് ഡ്രൈവർമാരുടെ കാര്യത്തിൽ, കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന തോട്ടം തൊഴിലാളികളുടെ കാര്യത്തിൽ, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആരായിരുന്നാലും അത്തരത്തിലുള്ള ലേബർമാരുടെ കാര്യങ്ങളിൽ ഒക്കെ ഇസ്ലാമിന് കൃത്യവും വ്യക്തവുമായ നിയമങ്ങളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് താഴെയുണ്ടെങ്കിൽ ഭക്ഷണം അവർക്കും കൊടുക്കണം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഡ്രസ്സ് കൊടുക്കണം. ഓരോരുത്തർക്കും യോജിച്ച നിലവാരത്തിലുള്ള അവർക്ക് ആവശ്യമുള്ള മുതലാളി എടുക്കുന്ന അതേ ഡ്രസ്സ് അതെല്ലാവർക്കും സമൂഹത്തിൽ താഴെക്കിടയിലുള്ള തൊഴിലാളിക്ക് കൊടുക്കണം എന്നല്ല ഈ പറയുന്നത്. അതൊക്കെ മറ്റ് ഹദീസുകളിൽ അതിന്റെ വിശദമായ വിവരങ്ങളുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിലും വസ്ത്രത്തിന്റെ കാര്യത്തിലും അവർക്ക് അനുയോജ്യമായ താമസ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്ന കാര്യത്തിലുമൊക്കെ വളരെയേറെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അവരുടെ ചികിത്സയുടെ കാര്യത്തിലുമൊക്കെ ഇന്ന് ധാരാളം കേസുകൾ ലേബർ കോടതികളിൽ നിലനിൽക്കുകയാണ്. പറഞ്ഞ സാലറി കൊടുക്കാതെ, സാലറി കൊടുക്കേണ്ടുന്ന ഡേറ്റ് തെറ്റിച്ചുകൊണ്ട് അവരെ വിഷമിപ്പിക്കുന്ന അവസ്ഥ, ഭക്ഷണം കൊടുക്കാതെ പട്ടിണിയിട്ടുകൊണ്ട്, അതേപോലെ തന്നെ പലവിധത്തിലുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഏൽപ്പിക്കുന്ന ആ രൂപത്തിലുള്ള സ്വഭാവങ്ങൾ ഇന്ന് രാജ്യത്ത് പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും നിലവിലുണ്ട്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല പെരുമാറ്റം പെരുമാറാനാണ് പറഞ്ഞത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വേലക്കാരൻ ഭക്ഷണവുമായി വന്നാൽ നിങ്ങൾക്ക് അവർ തയ്യാറാക്കിയ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് നൽകണം. അതിന്റെ ചൂടും പുകയും വിഷമങ്ങളുമൊക്കെ അവരാണ് സഹിച്ചിട്ടുള്ളത്. പണം നമ്മളാണ് മുടക്കിയിട്ടുള്ളതെങ്കിലും, നമ്മൾ ശമ്പളം കൊടുക്കുന്ന ആളുകളാണെങ്കിലും ആ ഭക്ഷണം തയ്യാറാക്കുവാൻ അവരും വിയർപ്പൊഴുക്കിയിട്ടുണ്ട്, അവരും ചൂടുകൊണ്ടിട്ടുണ്ട്, അവരും പ്രയാസം സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷണം അതിൽ നിന്ന് നിങ്ങൾ അവർക്ക് കൊടുക്കണം. ഈ വിധത്തിലൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഭക്ഷണത്തിന്റെ, വസ്ത്രത്തിന്റെ, പാർപ്പിടത്തിന്റെ, ചികിത്സയുടെ ഒക്കെ കാര്യത്തിൽ പറഞ്ഞതോടൊപ്പം പ്രത്യേകം ഒരു കാര്യം കൂടി പറഞ്ഞു. വലാ തുകല്ലിഫൂഹും മാ യഗ്ലിബുഹും, അവരെ കൊണ്ട് കഴിയാത്ത ഭാരം പേറാൻ അവരെ നിങ്ങൾ നിർബന്ധിക്കരുത്. അവർക്ക് കഴിയാത്ത ജോലി അവരെ ഏൽപ്പിക്കരുത്. അങ്ങനെ ഫൈൻ കല്ലഫ്തുമൂഹും, വല്ലതും അവർക്ക് പ്രയാസകരമായത് ഓവർ ഡ്യൂട്ടിയായി നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഫഅഈനൂഹും, നിങ്ങൾ അവരെ സഹായിക്കണം. ആ മേഖലയിൽ അവർക്ക് കഴിയാത്തൊരു ഭാരം കൊടുക്കുമ്പോൾ അതിൽ നിങ്ങൾ അവർക്ക് സഹായം ചെയ്തു കൊടുക്കണം എന്നാണ് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞത്.